വർഷം കൊണ്ട് പിരിച്ചത് 86 കോടി രൂപ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് DGP. കോളേജുകൾ പൂർണ്ണമായി തുറക്കുന്നത് പരിഗണിക്കും. ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് പാപ്പ സ്വയം വെളിപ്പെടുത്തി. വാർത്തകൾ വിശദമായി. മലങ്കര കത്തോലിക്ക സഭ എല്ലാ സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയെന്ന് ജോസഫ് മാർ ബർണബാസ്. മലങ്കര കത്തോലിക്ക സഭ എല്ലാ സമൂഹത്തെയും ബന്ധിക്കുന്ന കണ്ണിയാണെന്ന് ജോസഫ് മാർ ബർണബാസ് സഫ്രൻ മെത്രാപ്പോലീത്ത അറിയിച്ചു. മലങ്കര കത്തോലിക്ക സഭ 91 പുനരൈക്യ വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലങ്കര കത്തോലിക്ക സഭ ഐക്യത്തിന്റെ സന്ദേശം ലോകത്തിന് കാണിച്ചു കൊടുത്ത സഭയാണ്. ദൈവത്തിന്റെ അകമഴിഞ്ഞ അനുഗ്രഹം ഈ സഭയ്ക്ക് ലഭിച്ചു. സഭ ധന്യമായിരിക്കുന്നത് പിതാക്കന്മാരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആണെന്നും അദ്ദേഹം പറഞ്ഞു. കർദിനാൾ മാർ ബസിലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ കൂടിയ സഭ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്നും മാർ ബർണബാസ് സഫ്രൻ മെത്രാപ്പോലീത്ത ആശംസിച്ചു. അർദ്ധനഗ്നനായ ഗാന്ധിജിയുടെ 100 വർഷങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണ്. മഹാത്മാഗാന്ധി തന്റെ 52-ാം വയസ്സിൽ 1921 സെപ്റ്റംബർ 22-ന് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് അഗ്നനഗ്നനായി ഇരിക്കാൻ തീരുമാനമെടുത്തു. 1922-ൽ ഇതേ ദിവസം തന്നെ തന്റെ വേഷം മാറ്റത്തെ സംബന്ധിച്ച് ഗാന്ധിജി പ്രസ്താവന ഇറക്കിയിരുന്നു. അതേ ദിവസം രാത്രി തന്റെ തല മുണ്ഡനം ചെയ്ത് അർദ്ധനഗ്ന വേഷം സ്വീകരിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം മധുരയിലുണ്ടായിരുന്ന നെയ്ത്തുകാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തത് ഇതേ രൂപത്തിലായിരുന്നു. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ എന്റെ ദൗത്യത്തിന് പ്രതീകമാണ് എന്റെ വസ്ത്രം എന്ന് പറയുകയുണ്ടായി. ആദ്യം 1 മാസത്തേക്കെന്ന രീതിയിൽ നിശ്ചയിച്ച ഈ വേഷം പിന്നീട് ഗാന്ധിജി ഒഴിവാക്കിയില്ല. ബ്രിട്ടനിൽ നിയമപഠന കാലത്തും പിന്നീട് ആഫ്രിക്കയിലായിരുന്നപ്പോഴും ഇന്ത്യയിലേക്ക് വന്നപ്പോഴും ഒക്കെ ഗാന്ധിജി പലതരത്തിലുള്ള വേഷങ്ങൾ സ്വീകരിച്ചിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴും ലോകം കാണുന്ന ഗാന്ധിജിയുടെ ചിത്രം അർദ്ധനഗ്നമാണ്. ദേശീയപാത അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് എച്ച് സലാം. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാത്ത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലപാടിനെതിരെ സമരം നടത്തേണ്ടി വരുമെന്ന് MLA എച്ച് സലാം. അമ്പലപ്പുഴ മണ്ഡലം ഉൾപ്പെടെ ജില്ലയിൽ ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടത്താൻ കത്ത് നൽകി 2 മാസം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേശീയപാത അതോറിറ്റി ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. നീതീകരിക്കുവാൻ കഴിയാത്ത കാലതാമസമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വരുത്തുന്നത്. അടിയന്തരമായി റോഡ് സഞ്ചാരം യോഗ്യമാക്കണമെന്നും എച്ച് സലാം ആവശ്യപ്പെട്ടു. കണ്ണീരിൽ കുതിർന്ന ഓമനപ്പുഴ. ഓമനപ്പുഴയിൽ മുങ്ങിമരിച്ച അഭിജിത്തിന്റെയും അനഘയുടെയും സംസ്കാരം ഇന്നലെ രാവിലെ 11:40 കഴിഞ്ഞു. കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന അമ്മ മേരി ഷൈനി ചില സാങ്കേതിക തടസ്സങ്ങളിൽ കുടുങ്ങിയെത്താൻ വൈകിയതാണ് സംസ്കാരം നീണ്ടുപോകാനിടയായത്. 100-ലേറെ പേർ ഇവരുടെ മൃതദേഹം കാണാനെത്തി. PP ചിത്തരഞ്ജൻ MLA, AM ആരിഫ് MP, CPM കേന്ദ്ര കമ്മിറ്റി അംഗം MA ബേബി, കോൺഗ്രസ് നേതാക്കളായ AA ഷുക്കൂർ, M രവീന്ദ്രദാസ്, KV മേഘനാഥൻ, BJP നേതാക്കളായ MV ഗോപകുമാർ, സന്ദീപ് വജസ്പതി തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ഈ അധ്യയന വർഷം +1 പുതിയ ബാച്ച് ഇല്ല. +1-ന് കൂടുതൽ അപേക്ഷകൾ ഉണ്ടായിരുന്നിട്ടും ഈ വർഷം പുതിയ ബാച്ചുകൾ അനുവദിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം. SSLC പരീക്ഷയ്ക്ക് ഇക്കുറി വിജയശതമാനം പതിവിലും വളരെ കൂടിയതുകൊണ്ടും A+ ലഭിച്ച കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടും ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും ഇഷ്ടവിഷയം ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഫുൾ A+ ലഭിച്ച കുട്ടികൾക്ക് പോലും ഇന്നാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുമെന്ന് തീരുമാനമുണ്ടായിരുന്നത്. അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു തീരുമാനം. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വാക്സിൻ എടുത്തവർ 1 കോടിയിലധികം. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ 2 ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണം 1 കോടി കടന്നു. ഒറ്റ ഡോസ് എടുത്തവരുടെ നിരക്ക് 90% കടന്നു. വയനാട്, പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം, ഇടുക്കി എന്നീ ജില്ലകളിൽ വാക്സിനേഷൻ മുന്നിലാണ്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെ തിരക്കുകൾ കുറഞ്ഞ ഈ സാഹചര്യത്തിൽ ഇനിയും വാക്സിൻ നേടേണ്ടവർ എത്രയും വേഗം വാക്സിൻ എടുക്കേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് 2 പൈലറ്റുമാർ മരിച്ചു. പരിശീലന പറക്കലിനിടെ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ ജമ്മു കാശ്മീർ ഉദയ്പൂർ ജില്ലയിലെ ഖത്തറിൽ ഇടിച്ചിറങ്ങി. മേജർ റാങ്കിലുള്ള പൈലറ്റുമാരായ മേജർ രോഹിത് കുമാർ, മേജർ അനുജ ബൂത്ത് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. കഴിഞ്ഞ 2 മാസത്തിനിടെ കശ്മീരിൽ തകർന്നു വീഴുന്ന 2ാമത്തെ ഹെലികോപ്റ്ററാണിത്. കഴിഞ്ഞ മാസവും 2 പൈലറ്റുമാർ മരണമടഞ്ഞിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച പിഴയിനത്തിൽ 1 വർഷം കൊണ്ട് പിരിച്ചത് 86 കോടി രൂപ.
കോവിഡ് മാനദണ്ഡ ലംഘനത്തിന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പോലീസ് പിഴയിനത്തിൽ പിരിച്ചെടുത്തത് 86 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 16 മുതലാണ് പിഴ ഈടാക്കുന്നതിന്റെ കണക്കുകൾ പോലീസ് ആസ്ഥാനത്ത് ശേഖരിക്കുവാൻ തുടങ്ങിയത്. 5 മാസം കൊണ്ടാണ് ഇതിൽ 49 കോടി രൂപ പിരിച്ചത്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് പോലീസിന്റെ പ്രതികരണം. എന്നാൽ പിഴ ഈടാക്കാൻ പോലീസ് കുറഞ്ഞ സമയപരിധിയാണോ അനുവദിച്ചതെന്ന ചോദ്യത്തിന് മറുപടി നൽകാനാകില്ലെന്നാണ് പ്രതികരണം. അതേസമയം പൊതുജനത്തെ പിഴിഞ്ഞ് പണം ഈടാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവും രംഗത്ത് വന്നിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് DGP. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത് പറഞ്ഞു. പോലീസ് എയ്ഡ് പോസ്റ്റുകൾ ആശുപത്രികളിൽ കൂടുതൽ കാര്യക്ഷമമാക്കും. ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച കേസിൽ ഉടൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇദ്ദേഹം അറിയിച്ചു. സമീപകാലത്ത് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ നേരെ അതിക്രമങ്ങൾ വർദ്ധിച്ചതോടെയാണ് പുതിയ സർക്കുലർ പുറത്തിറങ്ങിയത്. ആശുപത്രികളിലെ കാഷ്വാലിറ്റികളിലും ഒപികളിലും കൃത്യമായ ഇടവേളകളിൽ പോലീസ് പരിശോധന നടത്തും. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ യാതൊരുവിധ കയ്യേറ്റ നടപടികളും നടക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും സർക്കുലറിൽ പറയുന്നു. അതിക്രമങ്ങൾ സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ ഉടനെ തന്നെ നടപടികൾ സ്വീകരിക്കും. കോളേജുകൾ പൂർണ്ണമായും തുറക്കുന്നത് പരിഗണിക്കും. അടുത്ത മാസം 18-ന് സംസ്ഥാനത്ത് എല്ലാ കോളേജുകളും തുറക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കും എന്ന് ഉന്നതതല വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. മന്ത്രി ആർ ബിന്ദു ഒക്ടോബർ 4-ന് അവസാന വർഷ ബിരുദാനന്തര ക്ലാസുകൾ തുടങ്ങുമ്പോൾ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കുമെന്നും അറിയിച്ചു. ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് പാപ്പ സ്വയം വെളിപ്പെടുത്തി. തന്റെ ആരോഗ്യസ്ഥിതി കരുതിയിരുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിരുന്നുവെന്നും എന്നാൽ താനിപ്പോൾ സുഖപ്പെട്ടുവെന്നും പാപ്പ അറിയിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി എന്നുകൂടി പാപ്പ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തെ പരിചരിച്ച നഴ്സ് കൂടുതൽ കാര്യങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നുവെന്നും ചിലപ്പോഴൊക്കെ ഡോക്ടർമാരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് നഴ്സുമാർക്കായിരിക്കും, കാരണം അവരാണല്ലോ രോഗിയുടെ അടുത്ത് പെരുമാറുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നത്തെ ചിന്താവിഷയം: ഒരൊറ്റ നാൾ മതി നാം കുറച്ചുകൂടി വലിയവരായി തീരാൻ, ഒരൊറ്റ ദിവസം മതി നാം ഏറ്റവും ചെറിയവരായി തീരുവാനും മാത്രം. പോൾ ക്ലീ. മലങ്കര കത്തോലിക്ക സഭ എല്ലാ സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയെന്ന് ജോസഫ് മാർ ബർണബാസ്. അർദ്ധനഗ്നനായ ഗാന്ധിജിയുടെ 100 വർഷങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണ്. ദേശീയപാത അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് എച്ച് സലാം. കണ്ണീരിൽ കുതിർന്ന് ഓമനപ്പുഴ. ഈ അധ്യയന വർഷം +1 പുതിയ ബാച്ച് ഇല്ല. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വാക്സിൻ എടുത്തവർ 1 കോടിയിലധികം. സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് 2 പൈലറ്റുമാർ മരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച പിഴയിനത്തിൽ ഒരു വർഷം കൊണ്ട് പിരിച്ചത് 86 കോടി രൂപ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് DGP. കോളേജുകൾ പൂർണ്ണമായി തുറക്കുന്നത് പരിഗണിക്കും. ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് പാപ്പ സ്വയം വെളിപ്പെടുത്തി. ഇതോടെ ആലപ്പി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ആശംസകളോടെ ഞാൻ ആൻസാൻഡ്രിയ.